അത് നല്ല സ്പീഡിൽ ചിരണ്ട്. മതിയുടെ മണമണോച്ച. ആ ഇതിനകത്തിരിക്കണ നാക്കിലിരിക്കണ ഇതൊക്കെ തട്ടിയും കൂടി ഇട് ചിരവേട. അതിങ്ങ എടുക്കിനി എല്ലാം സ്ലോ മോഷനില് ചിര മാറ്റി വെച്ചൂടെ കഴിഞ്ഞിട്ട്. അത് കഴുകി അങ്ങോട്ട് വെക്ക്. വൃത്തിയായി കഴിവടാ. എന്നിട്ട് ഇങ്ങോട്ട് വാ. അതവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരെ. ഇതേ കണ്ട ഇതെന്തൊക്കെയാണിത്? ഇത് കറിവേപ്പില, മുളക് പൊടി, ഇഞ്ചി, ഉള്ളിയൊക്കെ. ഇതെന്താ? മഞ്ഞള്. ആ അപ്പൊ ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇതിനകത്ത് തട്ടിയിട്ടിട്ട്, ഇത്ര തേങ്ങ വേണ്ട ശരിക്കും പറഞ്ഞ. തട്ടിയിട്ടിട്ട് ഇത് മാറ്റി വെക്കണം അവിടെ വേറെ പാത്രത്തിൽ. തട്ടിയിട്ടിട്ട് ഇഞ്ചി കൂടെ ഇട്ടിട്ട്, ഇത്ര ഇഞ്ചി വേണം, ഇത്ര മതി. ഇത്രയും വെളുത്തുള്ളി മതി. ഒരു അല്ലി ഇട്ടാൽ മതി, അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ചുവയായിരിക്കും. ഇട്ടിട്ട് പോയി അരച്ചുണ്ടോ നല്ലോണം. ഇത് വേണം. ഇത് ഇച്ചിരി മഞ്ഞപ്പൊടി തട്ടിയിടണം ആവശ്യത്തിന്. കുറച്ചിട്ടാൽ മതി, ഒരു 1/2 സ്പൂൺ ഇട്ടാൽ മതി. ഏത് ജാറില, വലുതില ചെറുതില? അവിടെ ചെന്നിട്ട് ഏത് ജാറില അരക്കണ്ടെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് അരച്ചാൽ മതി. പെട്ടെന്ന് വേണം. അവിടെ നിക്ക്. മീൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. കഴിയല്ല, ഒറ്റ പ്രാവശ്യം കഴിയിട്ടുള്ളൂ. അത് കുറച്ചും കൂടെ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കഴിയും. ഒരു 3-4 പ്രാവശ്യം കഴിയും. അതിൻ്റെ ഉളുമ്പൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് ആ മീനും ഇതും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ബാക്കി ഞാൻ പറഞ്ഞുതരാം സ്റ്റെപ്പായിട്ട്. ഇതിപ്പോ അരച്ചോണ്ട് വരാൻ ഇങ്ങനെ വന്നേ. ഈ പൊതു അവധി ദിവസങ്ങളിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, ഫുൾ ടൈം ഉണ്ടാവണം. അതായത് ഞാൻ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ പഠിക്കണം. ഒരു 3-4 ദിവസം അടുപ്പിച്ച് എൻ്റെ കൂടെ നിന്ന് ഈ കറി വെക്കണൊക്കെ പഠിച്ച് കഴിയുമ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. കേട്ടാ? എന്താണ് മനസ്സിലാവണ്ട പറയുന്നത്? പോയി അരച്ചോണ്ട് വാ. അപ്പൊ ഞാൻ തൊട്ട് അടുക്കളയിൽ കയറണ്ടേ? അയ്യോ, ഒരു നിർബന്ധവും ഇല്ല എനിക്ക്. പക്ഷെ എനിക്ക് നിർബന്ധമുണ്ട്. അതെ, നീ എന്ന് അടുക്കളയിൽ കയറാൻ തുടങ്ങിയോ അന്ന് തൊട്ട് എനിക്ക് തലവേദന. അതിന് ശേഷമാണ് നിനക്ക് ഈ അഹങ്കാരം. നിന്റെ അഹങ്കാരം കണ്ട് സഹിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അമ്മയ്ക്ക് എന്റെ അടുത്ത് മാത്രമുള്ള അമ്മ ഈ ദേഷ്യവും വാശിയൊക്കെ. നിന്റെ കയ്യിലിരിപ്പ് അതുകൊണ്ട് അങ്ങനെയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടി പറഞ്ഞു എനിക്ക്. അവിടെ നില്ലേ, എവിടെ പോണു? മീൻകറിയുടെ ഞാൻ അവിടെ ചെന്ന് അവനെ അലമ്പാക്കാൻ നിൽക്കണ്ട. അവനത് ചെയ്ത് പഠിക്കട്ടെ. അമ്മയാണ് പറഞ്ഞിടയിൽ എനിക്ക് ബാഡ് ഇമേജ് ഒക്കെ ഉണ്ടാക്കി തന്നത്. അല്ലാതെ നിന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ. അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ. അമ്മ ഇവിടെ ആരെങ്കിലും ആയിട്ട് നിന്റെ സംസാരം ഉണ്ടാവുകയാണെങ്കിൽ ജയിക്കാൻ വേണ്ടിട്ട് അമ്മ പലതും പറയും. അല്ലെങ്കിൽ ഇത്രയും നാള് ഞാനല്ല അമ്മ ഈ അടുക്കളയിൽ കയറി അമ്മയെ സഹായിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും നാളെ ഞാൻ ചെയ്തൊക്കെ എന്ത് വേസ്റ്റാ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എന്ന് അടുക്കളയിൽ കയറി പെരുമാറാൻ തുടങ്ങിയോ അന്ന് തൊട്ടാണ് നിനക്ക് ഈ ദേഷ്യം. എനിക്ക് കണ്ടോണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഇതൊന്നും ഇവിടെ ആർക്കും കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. നീ പോടാ നന്ദിയില്ലാത്തവനെ. ചേച്ചി കുറെ നേരമല്ലോ ചേച്ചി എന്റെ പടൽ കയറാൻ തുടങ്ങിയിട്ട്. എനിക്ക് ദേഷ്യം വരും കേട്ടാ. ദേഷ്യം വരുമോ? മാറി കിട്ടാ. ഞാൻ നിന്നെ അനീതിയല്ല, ചേച്ചിയാണ്. ഇതെന്ത് ന്യായോടെ ഇത്? ചേച്ചിക്ക് അമ്മയോട് അടി ഉണ്ടാക്കാം, പക്ഷെ എനിക്ക് ചേച്ചി അടി ഉണ്ടായിക്കൂടെ? എവിടുത്തെ ന്യായം ഇത്? അന്യായം. എന്റെ കൊച്ചിനെ തൊട്ടേക്കരുത് പറഞ്ഞേക്ക. ഞാൻ കൊച്ചിനെ തൊട്ടാ? ഞാൻ പ്രസവിച്ചാ കൊച്ചത്. ആ വൈദ്യുതി തന്നെ ഞാനും വന്നത്. എന്തോന്ന് രണ്ടുപേരും നിർത്തണ്ട. അമ്മ രച്ചു, നമുക്ക് ചില സമയത്ത് ഭയങ്കര ദേഷ്യം വരുമ്പോൾ വാവിട്ട് സംസാരിക്കും. അത് സ്വന്തം ബന്ധമാണ് നമ്മൾ നോക്കൂല. പക്ഷെ ഉണ്ടല്ല, അവസാനം കൈകിട്ട കളിയാവും, ആകെ പ്രശ്നമാവും, തിരിച്ചെടുക്കാൻ പറ്റില്ല. എടി നീ പോകാൻ നോക്ക്. അമ്മ ഇവൾക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണത്. അതങ്ങനെ ആയിപ്പോയി. അമ്മ മനസ്സിലാക്കി. രണ്ടുപേരും ഒന്ന് പ്ലീസ് സമാനത്തോടെ ഇരി പ്ലീസ്. നീ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കല്ലേ. ഇവിടെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചേട്ടൻ മുമ്പിൽ നിന്ന് മാറുകേട്ടാ. അമ്മ എന്താ പറയണ്ട, അമ്മയ്ക്ക് എന്നെ തല്ലണമെന്നല്ലേ? തല്ലി ഇല്ലാണ്ടാക്കട്ടെ. ഇത്രയും നാളും ഞാൻ തല്ലുകൊണ്ടില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് അത് തന്നെ അവസ്ഥ. ചേട്ടൻ മുമ്പിൽ നിന്ന് മാറിക്കേ. ചേച്ചി ഇത് ഭയങ്കര നാണം കെട്ട പരിപാടിയാണ് കേട്ടാ. ചേച്ചി ഒന്ന് ഒതുങ്ങി. ഒതുങ്ങണോ? എന്നാ നീ വന്നെ ഒതുക്കടാ. അമ്മ ഇല്ലാതെ ഞാൻ ഒതുക്കിയാനെ. നീ ഒതുക്കോ? അത് കാണണല്ലോ. ഒതുക്കടാ. നിർത്തടി. ഞാൻ പറഞ്ഞ ആവശ്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കില്ല. അമ്മ വന്ന് ഞാൻ വഴക്ക് ഉണ്ടാക്കും. ചേട്ടൻ മുമ്പിൽ നിന്ന് മാറും. ചേട്ടൻ മുമ്പിൽ നിന്ന് മാറ് കേട്ടാ. എത്ര രണ്ടും കൂടി തുടങ്ങിയിട്ട് അമ്മ ഞാൻ നേരത്തെ പോലെ സൈക്കിളാണ്. ഇത് എത്രാമത്തെ പ്രാവശ്യം അറിയോ നിനക്ക്? നീ അടുക്കളയിൽ നിന്ന് എല്ലാം കൂടി തട്ടിയിട്ട് കളിക്കണേ. ഇപ്പൊ ശരിയാക്കിയരാ. അമ്മയും മോളും കൂടി കിടന്ന് പിടിക്കാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നിന്റെ
ചെറുക്ക നീ എന്റെ മേടിക്കും കേട്ടാ മറിക്കാ ചേട്ടനെ തല്ലിയാലും കുഴപ്പമില്ല. വിഷ്ണു ഒന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞേക്കാം. അക്ഷരം മിണ്ടരുത് ഇവിടെ. ഞാൻ അടുക്കള കയറി അല്ല മൊത്തം അടിച്ചു പൊളിക്കും. എന്തോന്നത് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് അടുക്കള കണ്ടുപിടിച്ചത്? കുറെ നേരം എല്ലാം കൂടി ഷോ കാണിക്കാൻ തുടങ്ങിയിട്ട് എന്താണ് നീ കാണിക്കണ? അടങ്ങടാ. അമ്മ എനിക്ക് വയസ്സ് 10-28 ഞാൻ കുറെ നേരം ക്ഷമിക്കണ്. അതിപ്പോ അമ്മ ആയിക്കോട്ടെ മോളോ ആയിക്കോട്ടെ അനിയത്തി ആയിക്കോട്ടെ, ഇതിന് ലിമിറ്റ് വേണം. വിഷ്ണു നീ എന്നെ വാങ്ങോട്ടാ. അമ്മ താമ ഞാൻ പറഞ്ഞില്ലേ തല്ലിക്കോന്ന്. അമ്മ ചേട്ടൻ പറഞ്ഞതിനും കാര്യമുണ്ട്. കാരണം ചേട്ടനും കുറെ നേരം സഹിച്ചോണ്ടിരിക്കുക. അമ്മയുടെ വാശി കുറച്ച് കുറയ്ക്കണം കേട്ടാ. അതോടെ എനിക്ക് വാശിയുണ്ട്. എടാ ഞാൻ അമ്മയാണെങ്കിൽ ഞാൻ ഒരു വ്യക്തിയാ. ഇതന്നെ എനിക്കും പറയാനുള്ളത്. ഞാൻ മോനാണെങ്കിലേ ഞാനൊരു വ്യക്തിയാണ്. എനിക്കുണ്ട് വാശി. ഇവിടെ വാങ്ങോട്ടെ എന്റെ കയ്യിൽ നിന്ന്. വിഷ്ണു അവളെ തുടരുത്. തൊട്ടാ കളി കാര്യമാവേ. അച്ഛനെ വിളിക്കടാ. അച്ഛനെ വിളിച്ചിട്ട് വരുത്ത്. പ്രശ്നമാണെന്ന് പറ. അച്ഛനെ വിളിച്ച് വരുത്ത്. അച്ഛനെ വിളിക്കരുത്. അച്ഛന്റെ സ്വഭാവം അറിയാലോ. അച്ഛൻ ഇവിടെ തന്നെ താണ്ടവാടും. താണ്ടവാടണം. ഇപ്പോഴല്ലേ മനസ്സിലായ അച്ഛൻ ഇവിടെ കിടന്നത് താണ്ടവാടുന്നത്. ഇമ്മാരി സ്വഭാവങ്ങളല്ലേ പിന്നെ എങ്ങനെ താണ്ടവാടാണ്ടിരിക്കുക? ലച്ചുവേ നീ മര്യാദയ്ക്ക് ഇറങ്ങി വരണ്ട. ഞാൻ അമ്മേനെ മറികടന്നിട്ടാണ് നിനക്കൊന്ന് രണ്ടെണ്ണം തന്നിരിക്കോടി. ഇടി വാടി ഇങ്ങോട്ട്. എടി ഇറങ്ങി വാടി. വിഷ്ണു കമ്പൗണ്ട് അടിക്കരുത്. അടിക്കരുത് കേട്ടാ. അടിക്കരുത്. അടിക്കരുത്. അഭ്യാസം മുക്കാൻ തന്നെ കുടിക്കാൻ. എനിക്ക് കിച്ചണിൽ പോകാൻ പറ്റൂടി? പറ്റും. എന്നെ കുഴിപ്പളത്ത് പോകണടി. എടി കുഴിപ്പളത്ത് പോകണമെങ്കിൽ പറയടി, ഞാൻ കൊണ്ടാക്കാടി. വേണ്ട. വേണാടി കൊണ്ടാക്കാടി. വേണ്ടെന്ന്. ഇനി നീ ഒരു അക്ഷരം നീ ഇവിടെ മിണ്ടി ശബ്ദം വല്ല പുറത്തു വന്നാണ്ടല്ല എന്റെ സ്വഭാവം നീ അറിയും. അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ എനിക്കെന്താ പ്രശ്നം? ഇല്ലല്ലോ. ഡി നിനക്ക് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഉണ്ടാ? ഇല്ല. ഉറപ്പാണ്? മീൻകറിന്ന് തുടങ്ങിയാ മതിയോ? മീൻകറിന്ന് തുടങ്ങ. എവിടെ നിന്ന് വെച്ച് തുടങ്ങ? നിന്റെ സ്വഭാവത്തിന് അടുക്കള ഞാൻ അടിച്ച് പൊട്ടിച്ചാനാ വെച്ചു. ഇപ്പൊ എന്തായാലും എല്ലാ പ്രശ്നവും സോൾവ് ആയല്ലോ. എല്ലാരും ഹാപ്പി അല്ലോ അല്ലേ? നിന്റെ പ്രശ്നം എന്തുവാടാ? നിന്റെ പ്രശ്നം എന്തുവാ? നിനക്ക് സേവാ കേന്ദ്രത്തിൽ പോണ്ടേ? പോണാ? വേണ്ടേ? പോണില്ലേ? എന്തേ? പോണോന്നില്ല. വേണേ പോവാ. വേണ്ടേ? പോണേ? വേണ്ട. എന്നെ പ്രാന്തുറപ്പിക്കറി. ഒരു ലിമിറ്റ് ഉണ്ട് ഇങ്ങനെ തലേ താണ്ടവാടണതിന്. ഒരു സൈഡിൽ നിന്ന് പൊട്ടി അങ്ങനെ പൊട്ടി 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 പോയിക്കൊണ്ടിരിക്കുക തന്നെ. ഉള്ളൂ കേട്ടാ? ഇത്രേ ഉള്ളു തന്നിരിക്കണ്. ആർക്കട്ടെ